கிறிஸ்கா முன்பாக வந்து சங்கீதம் வாசி. സങ്കീർത്തനം 27-ാം സങ്കീർത്തനം. 27வது സങ്കീതത്തെ നാം മാറി മാറി വാസിക്കണം. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? என் மாம்சத்தை பட்சிக்க என்னை நெருக்கில் அவர்களே இடறி விழுந்தார்கள். ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. அவருடைய ஆலயத்தில் ஆராய்ச்சி செய்யும்படியாகும். நான் என் ஜீவனுள்ள நாளெல்லாம் கர்த்தருடைய ஆலயத்தில் தங்கியிருப்பதை நாடுவேன். അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. தலை என் சத்துருக்களில் உயர்த்தப்படும். அது நிமித்தம் அவருடைய கூடாரத்தில் நான் ஆனந்த பலிகளை இட்டு கர்த்தரை பாடி அவரை கீர்த்தனம் பண்ணுவேன். യഹോവയെ ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ കേൾക്കണമേ, എന്നോട് കൃപ ചെയ്ത് എനിക്ക് ഉത്തരമരുളണമേ. என் முகத்தை தேடுங்கள் என்று சொன்னீரே, உம்முடைய முகத்தையே தேடுவேன் கர்த்தாவே என்று என் இருதயம் உம்மிடத்தில் சொல்லிற்று. നിന്റെ മുഖം എനിക്ക് മറക്കരുതേ, അടിയനെ കോപത്തോടെ നീക്കിക്കളയരുതേ. നീ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ രക്ഷയുടെ ദൈവമേ, എന്നെ തള്ളിക്കളയരുതേ, ഉപേക്ഷിക്കുകയും അരുതേ. என் தகப்பனும் என் தாயும் என்னை கைவிட்டாலும் கர்த்தர் என்னை சேர்த்துக் கொள்வார். യഹോവയെ നിന്റെ വഴി എന്നെ കാണിക്കണമേ, എൻ്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണമേ. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. திடமனதாயிருந்து கர்த்தருக்கே காத்திரு. ஹல்லேலூயா. கரங்களை உயர்த்தி ஆண்டவருக்கு நன்றி செலுத்துவோம். ஹல்லேலூயா. கர்த்தருக்கு காத்திருந்து கழுகு போல் பலனடைந்து செட்டைகளை ஆடித்து உயர எழும்பிடுவாய். கர்த்தருக்கு காத்திருந்து கழுகு போல் பலனடைந்து செட்டைகளை அடித்து உயரே எழும்பிடுவாய். ஹல்லேலூயா, ஹல்லேலூயா. அப்படி ஆண்டவருடைய சமூகத்தில் உட்காருவோம். ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്തരുടെ പരിശുദ്ധമായ നാമം മഹിമപ്പെടുവதாக. ഈ പകൽക്കാലം ഇവിടെ കൂടെ ഇരിക്കുന്ന ഇതുപോലെ അവസരം നൽകി തന്ന ദേവദാസനെയും കുടുംബത്തെയും ആശ്രാന്റിയെയും ദൈവമക്കളെ എല്ലാം ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ നാമത്തിൽ വന്നിട്ട് അറിയിക്കുന്നു. ஒரு முறை கூட இங்கே கூடி வந்திருக்கிற தேவனுடைய பிள்ளைகளாகி உங்கள் அனைவரையும், போதகரையும், பாஸ்டர் அம்மா, இங்கே கூடி வந்திருக்கிற அனைவரையும் ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் வாழ்த்துகிறேன். നമ്മൾ ഇന്ന് വായിച്ച വേദപകുതിയിൽ 27-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? சங்கீதம் 27:1 என்ன சொல்கிறது? கர்த்தர் என் வெளிச்சமும் என் ரட்சிப்புமானவர், யாருக்கு பயப்படுவேன்? கர்த்தர் என் ஜீவனின் பலனானவர், யாருக்கு அஞ்சுவேன்? യഹോവ എൻ്റെ ജീവൻ്റെ ബലം എന്ന് പറയാൻ കഴിയുന്നവർ ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? கர்த்தர் என் ஜீவனின் பலனானவர் என்று சொல்கிறார். கரங்களை உயர்த்தி ஆண்டவரை மகிமைப்படுத்துவோம். எஸ் லார்ட். ഈ സങ്കീർത്തനം ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്ന ഒരു ഭക്തനെ നമുക്ക് കാണാനായിട്ട് കഴിയും. தேவனை பரிபூர்ணமாக சார்ந்திருக்கிற ஒரு தேவனுடைய தாசனை இங்கே பார்க்கிறோம். പലവിധ സന്ദർഭങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു. 3வது வசனத்தில் இப்படியா பார்க்கிறோம்: ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. என்ன சொல்லுது? வாசிங்க பாப்போம் 3வது வசனத்தை. பாளையம் இறங்கின எஸ் ആമേൻ. ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയാണ് കാണപ്പെടുന്നത്. അതിനകത്ത് യുദ്ധം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിത പ്രശ്നത്തിൽ എത്ര തീവ്രമായിരുന്നു, എത്ര ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നിന്നാൽ അതിൽ നമുക്ക് വിജയം കണ്ടെത്താനായിട്ട് സാധിക്കും. தேவனுடைய பிள்ளைகளாகிய நாம் வந்து எப்பொழுதுமே ஒரு யுத்தத்தில் இருக்கிறோம். ஆனால் இங்கே சங்கீதக்காரர் என்ன சொல்லுகிறார்? எனக்கு விரோதமாக யுத்தம் எழும்பினாலும் நான் அதிலே நம்பிக்கையாயிருப்பேன்.
നാം ആരിലാണ് ആശ്രയിക്കേണ്ടത്? സങ്കീർത്തനം 118 8-9 വാക്യങ്ങൾ ഇപ്രകാരം കാണുന്നു. சங்கீதம் 118 8-9 வசனத்தில் நாம் யாரை நம்பி இருக்க வேண்டும் என்று சொல்லி அங்கே சங்கீதக்காரன் சொல்கிறான். பாருங்க. മനുഷ്യൻ எஸ் ആമേൻ. ഈ വചനത്തിൽ നമ്മൾ കാണുന്നു, നമ്മൾ മനുഷ്യനിലല്ല ആശ്രയിക്കേണ്ടത്, നമ്മുടെ സമ്പത്തിലല്ല ആശ്രയിക്കേണ്ടത്, പ്രഭുക്കന്മാരിലല്ല ആശ്രയിക്കേണ്ടത്. ആരിൽ ആശ്രയിക്കണം? യഹോവയിൽ. இந்த வசனத்தின்படி பார்த்தோம் என்று சொன்னால் நாம் யாரை நம்பி இருக்க வேண்டும்? மனுஷனையா, பிரபுக்களையா, இல்லை பண ஆஸ்திகளையா? யாரை நம்பி இருக்கணும்? சங்கீதம் 118 കർത്തരെ നമ്പി ഇരിക്ക വേണം. ആമേൻ. മനുഷ്യന്റെ ആശ്രയം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പലരും നമ്മളെ കൈവിടും. എന്നാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ അവൻ നമ്മളെ അനാഥരായി വിടുകയില്ല. അവൻ നമ്മളെ കൈവിടുന്ന ദൈവമല്ല. അനേക നേരത്തിലെ നാം മനുഷ്യനെ നമ്പി இருக்கும்போது நாம் தோல்வியின் வழியாக பிரச்சனையின் வழியாக கடந்து செல்கிறோம். ஆனால் கர்த்தர் மேலே நாம் நம்பிக்கையாக இருந்தோம் என்றால் ஒருபோதும் வெட்கப்பட்டு போவதில்லை. ആമേൻ. സ്തോത്രം. നമുക്ക് നമ്മുടെ ബൈബിളിൽ പല ഉദാഹരണങ്ങളായിട്ട് പല ഭക്തന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. கர்த்தரை நம்பி இருந்த அநேக பக்தர்களை நாம் வேத புஸ்தகத்தில் நம்மால் பார்க்க முடியும். അതുപോലെ ഒരു ദൈവഭക്തനാണ് ദാനിയേൽ. ദാനിയേൽ அப்படிப்பட்ட தேவனை நம்பி இருந்த ஒரு மனுஷன். ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് തള്ളുമ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്രകാരമാണ് പറയുന്നത്, ദൈവം, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം എന്നെ വിടുവിക്കും. தானியேலை சிங்கக்குழி கெபியிலே தூக்கி போடும்போது கூட அவன் அதுக்கு பயந்து போகவில்லை. மாறாக நான் ஆராதிக்கிற என் தேவன் என்னை தப்புவிக்க வல்லவராயிருக்கிறார் என்று சொன்னான். ദിവസം അതിൽ വചനം ഭാഗത്ത് വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു, വെളുപ്പിനെ നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചുകൊണ്ട് ആ സിംഹക്കുഴിയിൽ അടുത്തു ചെന്ന് നിന്റെ ദൈവം നിന്നെ വിടുവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആ സമാധാനത്തോടെ ഒരു സ്വരം തിരികെ കേൾക്കുന്നു, ദാനിയേൽ, എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു, ദൈവം തൻ്റെ ദൂതനെ അയച്ച് സിംഹത്തിൻ്റെ വായ അടപ്പിച്ച് കളഞ്ഞു എന്ന് നമുക്ക് കഴിയാനായിട്ട് കാണുവാൻ. அந்த ராஜா அதிகாலை துக்கத்தோடு என்ன நடந்ததோ என்று அந்த குழியில் பார்க்கிறான். தானியேலே நீ எப்படி இருக்கிறா என்று கேட்டோடனே அவன் சமாதானத்தோடு சொல்கிறான், ஆண்டவரே, ராஜாவே, தேவன் என்னை சிங்கங்களின் வாயிலிருந்து என்னை பாதுகாத்து கொண்டார் என்று சொல்கிறார். അതുപോലെ 3 ദേവദാസന്മാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്. அது மட்டுமல்ல, தானியேல் പുസ്തകത്തിൽ സാദ്രാക്, മേശാക്, ആബേദ്നെഗോവെ குறித்து பார்க்கிறோம். രാജാവ് നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കാതെ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. അവൻ എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ അവനെ തന്നെ കാത്തുകൊള്ളും, അവനെ തന്നെ ആരാധിക്കും. ഈ സ്വർണ്ണ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല എന്ന് ധൈര്യത്തോടെ പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3 பேர் என்ன சொன்னாங்க? அந்த பொற்சிலை வணங்குவதை அவர்கள் ஃபோர்ஸ் பண்ணும்போது அவங்க என்ன சொன்னாங்கன்னு சொன்னால், நாங்கள் எங்களை கொன்று போட்டாலும் பரவாயில்ல, நாங்கள் இந்த சிலையை வணங்குவதில்லை என்று சொன்னார்கள். ആമേൻ. ഇവിടെയെല്ലാം കാണുന്നത് ദൈവഭക്തന്മാർ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ഏത് തീച്ചൂളയിൽ കൂടെ കടന്നു പോയാലും അതിനെ ഒന്നും ഭയപ്പെടാതെ യഹോവയിൽ ആശ്രയിച്ചുകൊണ്ട് യഹോവ ഞങ്ങളെ വിടുവിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. இப்படிப்பட்ட சூழ்நிலைகள்லாம் தேவனுடைய பக்தர்கள் பிரச்சனைகள், போராட்டங்கள், தீச்சூளைகள், சிங்க கெபிகள் இதெல்லாம் சந்தித்த போது அவர்கள் தேவன் மேலே, கர்த்தர் மேலே நம்பிக்கையாக இருந்தபடினாலே எல்லாவற்றையும் மேற்கொண்டார்கள். ஹல்லேலூயா. സങ്കീർത്തനം 27-14 വാക്യം വായിക്കാം. 27-14 വസനം. യെസ്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. கர்த்தருக்கு காத்திரு, அவர் உன் இருதயத்தை ஸ்திரப்படுத்துவார். திடமனதாயிருந்து கர்த்தருக்கே காத்திரு. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മളെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. അവൻ്റെ അത്ഭുതത്തിൻ്റെ കരങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം கர்த்தருக்காக காத்திருந்தோம் என்று சொன்னால் நிச்சயமாக ஆண்டவர் தம்முடைய அற்புதமான புயத்தை கொண்டு நம்ம விடுவிக்க வல்லவராயிருக்கிறார். അതിനൊരു സാക്ഷിയായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ പൽകാലി പുൽപ്പിറ്റിലായിരിക്കുന്നത്. அதுக்கு ஒரு சாட்சியாக தான் நான் இங்கே தேவனுடைய சமூகத்தில் நிற்கிறேன். ആമേൻ. ഞങ്ങളുടെ ഒരു ജീവിതത്തിൽ നടന്ന ഒരു ചെറിയ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. நான் என்னுடைய வாழ்க்கையில் நடந்த ஒரு சாட்சியை சொல்லி நான் உட்கார ஆசைப்படுகிறேன். ഞങ്ങൾ 2006 ഞങ്ങൾ ചാലക്കുടിയുടെ പ്രദേശത്ത് നിന്നും ഇപ്പോൾ താമസിക്കുന്ന കൊല്ലം ജില്ലയിലേക്ക് കടന്നു വരുന്നത്. 2008 വർഷത്തിൽ ചാലക്കുടി പകുതിയിലിരുന്ന് ഇപ്പോൾ നാங்கள் இருக்கக்கூடிய കൊല്ലം പകുതിക്ക് നാங்கள் വന്നோம். എൻ്റെ പിതാവ് ഈ വിശ്വാസത്തെ പ്രതി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയ വ്യക്തിയാണ്. என்னுடைய தகப்பனார் விசுவாசத்து நிமித்தமாக வீட்டிலிருந்து துரத்தி விடப்பட்டார்.
ഞങ്ങൾ ഈ വിശ്വാസത്തിൽ അപ്പോൾ ഇറങ്ങിയ സമയത്ത് അപ്പനൊരു തീരുമാനം എടുത്തു. ഇതുപോലെ എന്ത് പ്രശ്നം വന്നാലും പട്ടിണി കിടന്നാലും ആരുടെയും മുമ്പിൽ കൈ നീട്ടത്തില്ല, കടം വാങ്ങിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. அப்படி அவர் வீட்டை விட்டு இறங்கி வரும்போது அவர் ஒரு தீர்மானம் எடுத்தார்கள். எந்த சூழ்நிலையிலும் வாழ்க்கையில் என்ன சம்பவம் ஏற்பட்டாலும் சரி, யாருடைய கையை நாங்கள் எதிர்பார்த்து இருக்க மாட்டோம், யார்கிட்ட கடன் வாங்க மாட்டோம், கர்த்தரையே சார்ந்திருப்போம் என்று சொல்லி நாங்கள் தீர்மானித்தோம். 2008 എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ് അപ്പൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ദൈവവചനം പഠിക്കാനായിട്ട് ബൈബിൾ കോളേജിലേക്ക് പോയത്. 2008 வருஷத்தில் நான் 4 வயதாக இருக்கும்போது என்னுடைய தகப்பனார் ஊழியத்துக்கென்று அர்ப்பணித்து அவர் பைபிள் காலேஜுக்கு போனார். ആ സമയത്ത് ഒരു ദിവസമല്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഭവനത്തിലൊന്നുമില്ല, ഭക്ഷ്യസാധനങ്ങളായിട്ട് ഒന്നുമില്ല. அப்போ அவர் வேதாகம கல்லூரியில் படிக்கும்போது எங்கள் வீட்டில் வந்து எதுவுமே இல்லை, சாப்பிட்றதுக்கு எதுவுமே இல்லை. ദൈവാത്മാവ് വിഷൻ കൊടുത്തിട്ട് 15 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഉള്ള ഒരു അച്ചായൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ஒரு 15 கிலோமீட்டர் தூரத்திலிருந்து நாங்களுக்கு அங்கே வருவதற்கு நேரிட்டது. അച്ഛൻ ഇപ്രകാരം പറയാനായിട്ട് ഇടയായി തീർന്നു. 3 ദിവസമായി ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങളുടെ അരിക്കലം കാലിയായിരിക്കുന്നത് ദൈവാത്മാവ് എന്നെ കാണിച്ചു എന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. அந்த 15 கிலோமீட்டருக்கு அங்கேருந்து வந்த தேவனுடைய மனுஷன் எங்கள் வீட்டில் பார்த்து சொன்னார், 3 நாட்களாக ஆண்டவர் வந்து உங்களுடைய குடும்பத்தை எனக்கு காண்பிக்கிறார், உங்கள் வீட்டில் சமைக்கிறதுக்கு எதுவுமே இல்லை, ஆண்டவர் எங்களுக்கு காண்பித்தார், அதனால் நான் வந்தேன்னு சொல்லி 15 കിലോമീറ്റർക്ക് அங்கேருந்து ஒருத்தரை ആണ്ടവർ അனுப்பிவிட்டார். അപ്രകാരം അത് അങ്കിള് ഒരു കുറച്ച് പൈസ തന്നിട്ട് ആവശ്യത്തിനുള്ള സാധനം വീട്ടിലേക്ക് വാങ്ങിക്കുമെന്ന് പറഞ്ഞൊരു എമൗണ്ട് തന്ന് കടന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. அங்கே ஒன்றும் இல்லைன்னு சொன்னால் அவர் பொருட்களை எல்லாம் வாங்குவதற்கு தேவையான அளவு காசை கொடுத்துட்டு அங்கேருந்து கடந்து சென்றார். ഇപ്രകാരം നിരവധി അത്ഭുതങ്ങൾ കണ്ടാണ് ഇത്രത്തോളം എത്തുവാനായിട്ട് ഇടയായി തീർന്നത്. ഹല്ലേലൂയ. அப்படிப்பட்ட இயற்கைக்கு அப்பாற்பட்ட விதத்திலே தேவன் அற்புதங்களை செய்து எங்களை இம்மோட்டு கொண்டு வந்திருக்கிறார். പിന്നെ ഞങ്ങളുടെ അതോടൊപ്പം ഞങ്ങളുടെ ശുശ്രൂഷകളൊക്കെ നന്നായിട്ട് പോകുന്നു. അടിയങ്ങളെ കുടുംബമായ ദൈവം ഇതുവരെയും നടത്തുന്നു. അടിയങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെയും ഞങ്ങളുടെ എനിക്കൊരു സിബ്ലിംഗ് ചേട്ടനാണ്. ഞങ്ങൾ 2 പേരുടെയും വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെയും ദൈവം ഭംഗിയായിട്ട് നടത്തി. எங்களுடைய குடும்பத்திலே தேவன் இம்மட்டும் நன்மையாய் நடத்துகிற எனக்கு ஒரு அண்ணன் இருக்கிறார், அவரையும் தேவன் பயன்படுத்தி வருகிறார். അടിയങ്ങളുടെ കുടുംബത്തെയും ശുശ്രൂഷയോർത്ത് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. எங்களுடைய தகப்பனுடைய ஊழியத்திற்காகவும் எங்களுடைய குடும்பத்திற்காகவும் நீங்கள் ஜெபிக்கும்படியாக உங்களை கேட்டுக்கொள்கிறேன். പ്രകാരം ഒരു അവസരം ഒരുക്കിയ ദേവദാസനും പാസ്റ്റർ ആൻറ്റിക്കും കുടുംബത്തിനും ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വചനത്തിലിരിക്കുന്നു. தேவனுடைய சமூகத்திலே இப்படி அவருடைய வார்த்தையை பகிர்ந்து கொள்வதற்கு வாய்ப்பு கொடுத்தபடி நான் நன்றி செலுத்துகிறேன். ஹல்லேலூயா. கரங்களை தட்டி ஆண்டவருக்கு நன்றி செலுத்துவோம்.